നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ അസോസിയേഷൻ മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് ഈ ബോൺ ഡിസീസിനെ പറ്റിയാണ്, അതായത് ആർത്രൈറ്റിസ്. അപ്പം ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ പല കാരണങ്ങൾ കൊണ്ടുവരും. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോപൊറോസിസ്. ഇങ്ങനെ ചുരുക്കി നമ്മൾ എല്ലാത്തിനുള്ള പറയുന്നത് ഈ എല്ലിൻ്റെ ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന തേയ്മാനം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് മുട്ടിയിട്ടവരെയും മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ അതിന് പ്രയോജനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടിക്കാലം തൊട്ട് വരുന്നതുണ്ട്, പിന്നെ പ്രായമായി ജോലിക്ക് ഇത് കൊണ്ടുവരും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്കാലം തൊട്ടേ ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, അപ്പോൾ ഇത് ഈ ഗൈനക്കോളജിസ്റ്റ് അവരുടെ ഒരു ജോലിയാണ് ഈ ആർത്രൈറ്റിസ് വരാതിരിക്കാനുള്ള കാരണം. പക്ഷേ അവരെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലിൻ്റെ തേയ്മാനമാണ്. അപ്പോൾ ഈ നമ്മുടെ ഇതൊക്കെ തന്നെ അവർ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരാളൊരു കാര്യം സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് മാത്രമേ ചെയ്യൂ. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗർഭിണി എന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നോക്കി കഴിഞ്ഞിട്ട് ഏതെങ്കിലും വൈറ്റമിൻസൊക്കെ കൊടുക്കും. പക്ഷേ അവർക്ക് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് കാൽസ്യം ടാബ്ലറ്റാണ്. കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണി ആയിരിക്കുമ്പോഴത്തേക്ക് കാൽസ്യം നമ്മുടെ ബോഡിക്ക് വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും കാൽസ്യം ആവശ്യമുണ്ട്. അപ്പോൾ ഈ എന്ത് പറ്റും, ഈ കാൽസ്യം നമ്മൾക്ക് ആവശ്യത്തിന് കഴിക്കാത്തിടത്തോളം കാലം ഈ കാൽസ്യം നമ്മുടെ ബോണിൽ നിന്ന് എടുക്കും. ബോണിൽ നിന്ന് പല്ലിൽ നിന്നും എല്ലിൽ നിന്നും എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലിനും പ്രോബ്ലം ഉണ്ടാവും, പല്ലിനും പ്രോബ്ലം ഉണ്ടാകും. അവസാനം ആ കുഞ്ഞിന് ജനിക്കുമ്പോൾ പല്ല് വരുമ്പോൾ തന്നെ പുഴുപ്പല്ല നമ്മൾ പറയും. അതിനെ ഇംഗ്ലീഷിൽ കാരീസ് ഓഫ് ടീത്ത് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ആ ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് കാൽസ്യം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നെങ്കിൽ ഈ ആഹാരത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കാൽസ്യം സപ്ലിമെൻറ്റ് തന്നെ കഴിക്കണം. അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻറ്റ് സാധാരണ ഈ ഷെൽ കാൽസ്യം വളരെ വില കുറഞ്ഞ കാൽസ്യങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഏത് കാൽസ്യം നമ്മുടെ ബോഡി ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്നെയും കാൽസ്യം വിത്ത് വൈറ്റമിൻ K27 എന്ന് പറയും. അപ്പോൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ബോൺ സ്പെഷ്യലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഡോക്ടർ ഇതേപ്പറ്റി ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ, ഗ്രാഹ്യം എല്ലാവർക്കും ഉണ്ട്, എന്നാലും ഒരു പ്രിസ്ക്രൈബ്. അപ്പോൾ ഉദാഹരണം, ഈ സാധാരണ ഷെൽ കാൽസ്യം നിർമ്മിച്ചേക്കാന് 50 രൂപ, ഒരു 10 ഗുളികയ്ക്ക് 50 അല്ലെങ്കിൽ 100 രൂപ വരുള്ളൂ. കാൽസ്യം വിത്ത് വൈറ്റമിൻ K27 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 ഗുളികയ്ക്ക് ഏകദേശം 200 അല്ലെങ്കിൽ 200 കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽസ്യം ഈ K27 കഴിച്ചു കഴിഞ്ഞാൽ ഈ കാൽസ്യം ഡിപ്പോസിറ്റ് കിഡ്നിക്ക് പ്രോബ്ലം ആകും. അപ്പോൾ അത് കിഡ്നിയിൽ കല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം പറയുന്നെങ്കിൽ തന്നെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതേസമയം യൂറോപ്പിലോ അമേരിക്കയോ ഒരു കുട്ടികൾക്ക് പോലും നമ്മൾ പുഴുപ്പിൽ കാണാൻ പറ്റത്തില്ല. കാരണം അവർ വളരെ ബോധവാന്മാരാണ്. അപ്പോൾ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഗർഭിണി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര കാൽസ്യം സപ്ലിമെൻറ്റ്സാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കാൽസ്യത്തിന് ഉദാഹരണം, കാൽസ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നത് മുട്ടയ്ക്കകത്ത് കുറച്ച് കാൽസ്യമുണ്ട്, പിന്നെ ഈ ചീര അതുപോലുള്ള എല്ലാത്തിലും കാൽസ്യം ഉണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കാൽസ്യം നമുക്ക് കിട്ടുന്നില്ല. അപ്പം പണ്ട് ആയുർവേദത്തിൽ ഒരു കാൽസ്യത്തിന് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടത്തോട് വറുത്ത് പൊടിച്ച് വെണ്ണയിൽ ചാലിച്ച് കൊടുക്കും. പക്ഷെ അത് നല്ലൊരു മെത്തേഡായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തി എല്ലാം ടാബ്ലറ്റ് ഫോമിലായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാൽസ്യം കണ്ടൻറ്റുള്ള എല്ലാ ഫുഡും മാക്സിമം കഴിക്കാമായിരുന്നു. ഇപ്പോൾ ഉദാഹരണം, ചീരയില ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത് മുരിങ്ങയിലയിലാണ്. മുരിങ്ങയിലയിലും മുരിങ്ങക്കായയിലും. ഇതൊരു മെഡിസിൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാ ദിവസവും മുരിങ്ങയില കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും മുരിങ്ങയ്ക്ക കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മലബന്ധം മാറുന്നതിനും അത് ബാക്കിയുള്ള എല്ലാ അസുഖങ്ങൾക്കും കാൽസ്യം ഒരു പരിധി വരെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് വരെയും കാൽസ്യം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും
അപ്പോൾ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം പിന്നെ ബൈപ്പാസ് സർജറിയും ഒഴിവാക്കുക. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. ആൻജിയോഗ്രാം നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഹാർട്ടിൻ്റെ ബ്ലോക്കിനായിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവർ പറയും നിങ്ങളത് പോയിട്ട് ആൻജിയോഗ്രാം എടുക്കാൻ പറയും. പക്ഷേ ആൻജിയോഗ്രാം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൈ ആണ് നമ്മൾ കടത്തിവിടുന്നത്. ഈ ഡൈ നമ്മുടെ ബോഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 50% ബ്ലോക്ക് ഉള്ളെങ്കിൽ അത് 70 അല്ലെങ്കിൽ 80% കാണിക്കും. അത് ഡിപ്പെൻസാണ്. അപ്പോൾ അത് മോർ ഡേഞ്ചറസ് ആണ്. അത് മാത്രമല്ല, ഈ ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻസ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേഷ്യൻസ് ചെല്ലുമ്പോൾ തന്നെ അവരുടെ നിന്ന് കോൺസെൻറ്റ് വാങ്ങിക്കും. അതായത് നമ്മൾ സമ്മതപത്രം കൊടുക്കണം. പിന്നെ എമർജൻസി സർജറിക്ക് കുഴപ്പമില്ല, പിന്നെ ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാരുടെ പിന്നെ സേഫ് സൈഡ് അത് ആവശ്യമാണ്. മെഡിക്കലായിട്ട് അത് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ചെല്ലുമ്പോഴേക്കും പിന്നെ ഇതിന് നോക്കാനുള്ള എല്ലാം നോക്കിയിട്ടേ കൊടുക്കാവുന്നുള്ളതാണ് ആൻജിയോഗ്രാം. പിന്നെ ഇത് നോക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ ആൻജിയോഗ്രാം കൊടുക്കാൻ പാടില്ല, ബ്രെയിൻ ഡിസീസ് ഉള്ളവർക്ക് ആൻജിയോഗ്രാം കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈക്ക് അറിഞ്ഞൂടെ എവിടെയൊക്കെ പോകണമെന്നുള്ളത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകും. ഇപ്പോൾ കിഡ്നി പോയി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്, ബ്രെയിനിൽ പോയി കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ പിന്നെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അതുപോലെ ഇതിന് ഒരുപാട് കോൺസിക്വൻസ് ദോഷവശങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാലും പ്രധാനമായിട്ടുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിന് പകരമായിട്ടുള്ളൊരു മെത്തേഡാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും. ഈ ഹാർട്ട് സ്കാനിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു 10-20 ഫങ്ഷൻ അറിയാം. ബ്ലോക്ക് അറിയാം, ഓക്സിജൻ ലെവൽ അറിയാം, അറ്റാക്ക് സാധ്യത അറിയാം, പിന്നെ അതുപോലെ തന്നെ വാൽവിന് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കതറിയാം, പിന്നെ ലങ്സിൻ്റെ കുറേ കാര്യങ്ങളറിയാം, അതുപോലെ കിഡ്നിയുടെ പ്രോബ്ലംസും അറിയാം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളത്. ഏത്? ബൈപ്പാസ് സർജറി. ബൈപ്പാസ് പിന്നെ അതുപോലെ തന്നെ ഈ മെത്തേഡ് ഒന്ന് ലേസർ തെറാപ്പി. ലേസർ തെറാപ്പി ഇന്ത്യയിൽ വളരെ ചുരുക്കം സെൻറ്റേഴ്സിലേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ സെൻറ്ററിൽ അത് ലേസർ തെറാപ്പിയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറിയുടെ ഒരു പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 50,000 രൂപ വരെ വരുന്ന ആർക്കും അത് അഫോർഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, ഈ നമ്മുടെ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൽ തന്നെ നമ്മുടെ മാർത്താണ്ഡ മഹാരാജൻ്റെ മകനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴേ ആ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം ഞാനിത് ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം വന്ന് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർ പേഷ്യൻസിനെ അയക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിനായിട്ട് ചെയ്യേണ്ടത് ബൈപ്പാസ് സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റ് പിന്നെ സിസ്റ്റത്തിനെ അവർ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റിനെ അവർ എൻ്റർ ചെയ്യുന്നത്. ലേസർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ചാണ്. ഇത് കൂടുതലായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെവലപ്പ് കൺട്രീസിലാണ്. ഇപ്പോൾ ഉദാഹരണം യൂറോപ്പിലോ അമേരിക്കയിലോ അവർ ബൈപ്പാസ് സർജറി കഴിയുന്നത് ചെയ്യാറേ ഇല്ല. പിന്നെ അന്ന് നേരത്തെ ഒരു 10% പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് വരുന്ന ഏതെങ്കിലും സർജറി മാത്രമേ ചെയ്യാറുള്ളൂ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.